സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭാഗ്യശ്രീ സുമിത്രയുമായിട്ട് കൊമ്പുകോർക്കാണ്. ബലരാമനെ സാഗറിനും സുജാതയ്ക്കുമെതിരെ സുമിത്ര പറഞ്ഞിളക്കി വിടുന്നത് ശരിയല്ലെന്നും ആ ദുഷ്ടപ്രവൃത്തി അമ്മ ചെയ്യരുതെന്നും അങ്ങനെയൊക്കെ ചെയ്താൽ ഏട്ടൻ എപ്പോഴെങ്കിലും സത്യം തിരിച്ചറിഞ്ഞാൽ ആ തിരിച്ചടി താങ്ങാൻ അമ്മയ്ക്കും അച്ഛനും ആവില്ല എന്നും സാഗറിനും സുജാതയ്ക്കുമെതിരെ ഏട്ടൻ ഇറങ്ങിയത് മുതൽ അമ്മയുടെ നാശം തുടങ്ങിയെന്ന് വിചോരിച്ചോളാനും ഭാഗ്യശ്രീ പറയുന്നുണ്ട്. ഇതേസമയം ബലരാമൻ ആ വാർഡനെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. നിന്റെ പരിഗണന എന്നൊക്കെ പറഞ്ഞ് അയാളുടെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർക്കാണ് കേട്ടോ. പിന്നീട് മാനസ കൃഷിന്റെ ക്യാബിനിലേക്ക് വരുന്നുണ്ട്. വളരെ ഇളക്കത്തോടെയാണ് കേട്ടോ വരുന്നത്. അതിനു മുമ്പ് ആന്റിയമ്മ കൃഷ്ണനോട് നല്ലപോലെ സ്നേഹം കാണിക്കാനും എന്നിട്ട് സ്നേഹത്തോടെ മിണ്ടിയും പറഞ്ഞും വിവരങ്ങളൊക്കെ എടുക്കാനും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൃഷി പക്ഷെ ഭയങ്കര ചൂടിലാണ് കേട്ടോ. അയാൾ കൺമണിയെ കുറെ നേരമായിട്ട് ഓഫീസിൽ കാണാതിരുന്നതിന്റെ കലിപ്പിലാണ്. അയാള് കൺമണിയുടെ ക്യാബിനിലേക്ക് വിളിച്ച് കൺമണി ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. കൺമണിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ കൺമണി കേട്ടില്ലേ ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് ആവർത്തിച്ച് ചോദിക്കുകയാണ് കേട്ടോ കൃഷ്ണ. പിന്നീട് അനിരുദ്ധ് വരുണിനോട് ആ വീട് അയാൾക്ക് തന്നെ എഴുതി കൊടുത്തതാകും നല്ലതെന്നൊക്കെ പറയാണ്. പെട്ടെന്ന് എന്റെ പട്ടി കൊടുക്കും, പിന്നെ ഞാനത് കൊടുക്കാൻ പോകുന്നു, അതിനല്ലേ ഇത്ര കഷ്ടപ്പെട്ട് ഞാനത് വാങ്ങിയത് എന്നൊക്കെ വരുണും തിരിച്ചു പറയാണ്. പെട്ടെന്ന് വാതിൽ തുറന്ന് കരീം ഭായി അകത്തേക്ക് വരുന്നുണ്ട്. പടച്ചോനെ, വെള്ളിയാഴ്ചയും വലിയ പെരുന്നാളും ഒരുമിച്ചാണല്ലോ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അനിരുദ്ധ് ആണെങ്കിൽ വേഗം തന്നോട് അന്ന് കാണിച്ചതൊക്കെ ഓർത്ത് ഗുണ്ടായിസാണ് പ്ലാനെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ ഇരിക്കട അവിടെ എന്നൊക്കെ പറയാണ് കേട്ടോ കരീം ഭായി ഒരു കൂസലും ഇല്ലാതെ. എന്നിട്ട് വരുണിന്റെ കവിളത്തൊക്കെ തട്ടിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കൺമണി കൃഷ്ണന്റെ കലിപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഇനി സാറിനോട് ചോദിച്ച് എങ്ങോട്ടെങ്കിലും പോകുമോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പ്രണയത്തോടെ കൃഷ്ണന്റെ മുഖത്ത് നോക്കിയിട്ട്. ഇത് കേട്ട് സന്തോഷമാവാണ് കേട്ടോ കൃഷ്ണ. അങ്ങനെ സൂപ്പർ കൺമണി സീരിയലിന്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മുഹൂർത്തങ്ങളാണ് വരാനായിട്ട് പോകുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്